ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാമ്പാറിന് വേണ്ട സാമ്പാർ പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ പൊടിച്ചെടുക്കാനുള്ള റെസിപ്പിയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ രുചിയും മണമുള്ള ഒരു സാമ്പാർ പൗഡറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ സാമ്പാർ പൗഡറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റായിട്ട് നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കണം, കാരണം എല്ലാറ്റിൻ്റെ മൂപ്പ് വ്യത്യസ്തമാണ്. ചൂടായ കടായിലേക്ക് 10 വറ്റൽമുളകും എരിവുള്ള മുളകും 10 കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വറുത്തെടുക്കാം. അപ്പോൾ മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. 1 കപ്പ് മല്ലി, ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു മണം വരുന്നുണ്ട്, അതുപോലെ ചെറുതായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കട്ടക്കായത്തിൻ്റെ കുറച്ച് പീസസുകൾ കട്ട് ചെയ്ത് ഞാൻ കടയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടക്കായം ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല രുചി ഉണ്ടാവും. കട്ടക്കായ ഇല്ലെങ്കിൽ പൊടി ചേർത്താലും മതി. ഇത് അല്പം സമയം പിടിക്കും, കാരണം ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി കൊടുക്കാം. 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കളർ അല്പം മാറിയാൽ മതി. കളർ മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത് കളർ മാറുന്ന സമയം വരെ നമുക്ക് വറുത്തെടുക്കാം. കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്, ആയിട്ടുണ്ട്. നമുക്ക് ഇതും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ പെട്ടെന്ന് വറുത്ത് കിട്ടും, അതുകൊണ്ട് ഇപ്പോൾ വറവായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം കളറ് മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഫ്രഷായിട്ടുള്ള ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കാം. കറിവേപ്പില നന്നായി ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വേണം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ കറിവേപ്പില നമ്മൾ മാറ്റി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തതാണ് എല്ലാം കൂടെ. ഇതെല്ലാം കൂടെ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പൊടിച്ചെടുത്തു, രണ്ടാമത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല സാമ്പാർ പൊടിയുടെ. അപ്പോൾ നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ള കണ്ടെയ്നറിൽ 3 മാസമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക്
ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.